ഡിവൈഎഫ്ഐയുടെ കിണറ്റിൽ വീണ കാട്ടാന അത് കിണറ്റിൽ തന്നെ തുടരുകയാണ്. ദൗത്യം അതിനെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നാട്ടുകാർ കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആവശ്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷമാകും ദൗത്യം ആരംഭിക്കുക. DFOയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരും ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുമായി ചർച്ചകൾ നടത്തുകയാണ്. കുറച്ചു നേരമായി ചർച്ചകളൊക്കെ നടത്തുകയായിരുന്നു. ഇനിയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൗത്യം വൈകുകയാണ്. ആ കിണറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കിണറ്റിൻ്റെ ഒരു ഭാഗം ആന തൻ്റെ മസ്തകം ഉപയോഗിച്ച് തകർത്തതാണ്. ആ ഭാഗത്ത് ഒരു കുഴി പോലെ ഇപ്പോൾ കാണുന്നത് ആന തകർത്ത ഒരു ഭാഗമാണ്. അവിടെ നിന്നിട്ട് ഈ തുമ്പിക്കൈയും കാലും ഉപയോഗിച്ച് കരക്ക് കയറാൻ ആന നേരത്തെ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമമൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് ആന. നേരത്തെ കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 10 മണിക്കൂറായിട്ട് കിണറ്റിൽ കിടക്കുകയാണ്. മാത്രമല്ല ഇത്തരത്തിൽ മസ്തകമൊക്കെ ഉപയോഗിച്ച് തള്ളിയിടാനും ഒക്കെ ശ്രമം നടത്തി ആന കുറച്ച് ക്ഷീണിതനായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൗത്യവും ആരംഭിക്കാൻ വൈകുകയാണ്. മയക്കുവെടിയിലേക്കൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നത്, അതോ ആനയെ കരയ്ക്ക് കയറ്റിയിട്ട് നഷ്ടപരിഹാരമൊക്കെ ഉറപ്പാക്കിയതിനു ശേഷം ആനയെ കാടുകയറ്റി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാവുമോ വനം വകുപ്പ് എത്തുക എന്നൊരു കാര്യത്തിലൊക്കെ അവ്യക്തത നിലനിൽക്കുകയാണ്. മയക്കുവെടി വയ്ക്കാന്ന് വെച്ചാലും എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെയൊക്കെ അനുമതിയൊക്കെ തേടേണ്ടതുണ്ട്. അതിലേക്കൊക്കെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ജെയിനിസ് രാജുവിലേക്ക് പോകാം. ജെയിൻ, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അവിടെ ചെറിയൊരു സംഘർഷ സാധ്യതയൊക്കെ നിലനിൽക്കുന്നത് പോലെയൊക്കെ ഒരു വാക്കേറ്റത്തിൻ്റെ സൂചനയൊക്കെ ലഭിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ അവിടെ? ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഈ നാട്ടുകാർ ഈ പ്രദേശത്ത് തമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആന മുകളിലേക്ക് കയറിയാൽ അതൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയത്. പക്ഷേ നമുക്കറിയാം, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു വികാരം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് ആളുകൾ പ്രകോപിതരായി. അതുമായി ബന്ധപ്പെട്ട ചെറിയ വാക്കുതർക്കമൊക്കെയാണ് ഈ പ്രദേശത്തുണ്ടായത്. ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ DFOയൊക്കെ ആയിട്ട് സംസാരിച്ചു. ഈ ആനയെ എങ്ങനെ കയറ്റിവിടാമെന്ന് വലിയ ധാരണയെത്തി? അത് കയറ്റിവിടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വികാരം കൊള്ളുന്നതിൽ തെറ്റില്ല. കാരണം കുറേ നാളുകളായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അവരുടെ കൃഷിക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിനും മൊത്തം വെച്ചാൽ ജനവാസമുള്ള ഏരിയയിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ എൻ്റെ 3 കിലോമീറ്ററോളം വനത്തിൻ്റെ ഇപ്പറയാണ് വന്നാക്കണത്. അപ്പോൾ അത് ജനങ്ങൾ ഇതിനെ പ്രതികരിക്കും എന്നുള്ളത് അതിൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം അതുപോലെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷിയും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ റബ്ബർ നട്ട് ഇടവിളയായിട്ടൊക്കെ വാഴകളൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് വയ്ക്കാൻ പാടില്ല. കാരണം കൊല വന്നു കഴിയുമ്പോൾ തന്നെ ആന വന്നതെല്ലാം നശിപ്പിക്കും. അപ്പോൾ ഈ ഇതിൽ വീണിരിക്കുന്ന ആന ഒരു ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിഞ്ഞ് ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഭാഗ്യത്തിന് ഇതുവരെ ഒരു ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കാരണം അതിൽ നിന്ന് ആൾ മാറിപ്പോണുണ്ട്. അപ്പോൾ ആ വലിയൊരു പ്രശ്നമുള്ള ആന തന്നെയാണ് ഈ വെള്ളത്തിൽ ചാടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം ഇനി ഇത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇപ്പം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ വികാരം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയും കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായം. മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റിക്കളയാം. കാരണം നിരന്തരമായിട്ട് ആളുകൾക്ക് സന്ധ്യ ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റണില്ല, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുക വെച്ചാൽ ജനവാസ മേഖലയിലാണെന്ന് പറയുന്നത്. വനത്തിൻ്റെ പരിസരത്താണെങ്കിൽ നമുക്ക് അതെന്തോ ആട്ടെ. ഇത് വനത്തിൽ നിന്നും 2-3 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. അവിടെ വരെയും ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ആളുകൾക്ക് അവരെ കൃഷി ചെയ്യാനോ കഴിയുന്നില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പം എന്തായാലും ഇത് മാറ്റാന്നുള്ളത് മാറ്റി കഴിയുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ കുടിക്കുന്നൊരു കുടിവെള്ളമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാമല്ലോ, ഇത്രയും വരണ്ട ഒരു സമയത്ത് ഇത്രയും വെള്ളമുള്ളൊരു കിണർ നശിച്ചു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും കൂടി ഗുണകരമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇവരുടെ ഇത് നന്നാക്കി അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം കൂടി അവർ ഉറപ്പ് തന്നാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇങ്ങോട്ട് ഇപ്പം മയക്കുവെടി വയ്ക്കുകയാണ്. ഇതിനെ കിണറ്റിൽ കിടക്കുന്ന ഒരു ആനയാണ്. അപ്പോൾ അതിന് മയക്കുവെടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ പിന്നീട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകണം. ക്രെയിൻ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമുണ്ട്. അതിപ്പോൾ അടുത്തുള്ള സ്ഥലത്തിൻ്റെ ഉടമ സമ്മതിച്ചിട്ടുണ്ട്.
വാഹനങ്ങൾ കൊണ്ടുവരാനും. അപ്പം നമ്മൾ മയക്കുവെടി വയ്ക്കുമ്പോൾ വെള്ളം വറ്റിച്ചുകൊണ്ടാണ് മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ. ഈ മയക്കുവെടി വെക്കുമ്പോൾ എത്ര പെട്ടെന്ന് ആവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും മയക്കുവെടി വെച്ച് വണ്ടി വരാനുള്ള സൗകര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. വണ്ടി ഇപ്പോൾ അടുത്ത് വരാനുള്ളൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എല്ലാം ഇവിടെ വന്ന് കൊണ്ടുപോകുന്നൊരു രീതിക്ക് ആലോചിക്കുന്നുണ്ട്. എന്തായാലും അത് ഇവിടെ കൊണ്ടുപോയാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ ഫൈൽഡ് ലൈഫ് വാറണ്ടിൻ്റെ ഒക്കെ അനുമതിയൊക്കെ വേണ്ടി വരും മയക്കുവെടി വെക്കാൻ. അപ്പോൾ അത്തരം ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരുമായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയറായിട്ട് വരുന്നുള്ളൂ. എന്തായാലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്കും സംരക്ഷണം കിട്ടണം. അവരുടെ കുടിവെള്ളത്തെ വീണ്ടും അതുപോലെ ആക്കിയെടുക്കണമെങ്കിൽ അതിനുള്ള ചിലവുകളുണ്ട്. അവർ പറയണത് അവരുടെ സ്പോട്ടിൽ അവർക്ക് അതിൻ്റെ ചെക്ക് കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിച്ചത്. അപ്പം എന്താണ് പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ നിലപാട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മയക്കുവെടി വെച്ച് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ്. അതിന് വേണ്ട സൗകര്യങ്ങൾ, വാഹനം എത്തുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ അവർ സംസാരിച്ചിട്ടുണ്ട്. സമീപത്തുള്ള സ്ഥല ഉടമകളൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ആ ഒരു നിലപാട്, ആ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. എന്താണെങ്കിലും ആന കഴിഞ്ഞ കുറച്ച് സമയമല്ല, ഏകദേശം 10 മണിക്കൂറോളമായി ആന ഈ കിണറ്റിൽ തുടരുകയാണ്. ആനയുടെ ചിഹ്നം വിളിച്ചൊക്കെ അത് എനിക്ക് തോന്നുന്നു ഈ ആനയൊക്കെ ഈ ഒറ്റയ്ക്ക് ആയിരിക്കില്ല, കൂട്ടമായിട്ടാവും വരിക. അപ്പോൾ ഈ ആനയുടെ ചിഹ്നം വിളി കേട്ട് മറ്റ് ആനകളൊക്കെ ആ ഭാഗത്തേക്കൊക്കെ വരുമോ എന്നുള്ളൊരു കാര്യവും ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. എന്താണ്